12-ാം സങ്കീർത്തനം. ഭക്തന്മാർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവജനം പ്രാർത്ഥനയിൽ വർദ്ധിക്കേണ്ടതായിരിക്കുന്നു. കാരണം ഭക്തന്മാരും വിശ്വസ്തന്മാരും ഇല്ലാതാകുന്ന ഒരു ലോകം എത്ര ഭയാനകമായിരിക്കും. ഇതാ ഞാൻ ഒരു കൂട്ടരെ കാണുന്നു. കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നവർ, കപടമുള്ള മനസ്സും ഇരുമനസ്സുമുള്ളവർ. ഹൃദയമില്ലാത്തവനേക്കാൾ ദോഷം ചെയ്യുന്നവനാണ് ഇരുഹൃദയമുള്ളവൻ അഥവാ ഇരുമനസ്സുള്ളവൻ. കപടമുള്ളവന്റെ സമീപത്ത് നിൽക്കുന്നതിനേക്കാൾ സിംഹത്തിന്റെ നടുവിൽ നിൽക്കുന്നതാണ് ഭേദം എന്ന ഒരു ഉദ്ധരണിയുണ്ട്. അവർ മുഖസ്തുതി പറയുമ്പോൾ നാം അവരുടെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവർക്ക് നീചമായ മറ്റൊരു രഹസ്യഭാവവും ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെ വെറുക്കുന്നു. ദൈവം വെറുക്കുന്നവനെ വിശ്വാസി ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ കളങ്കത്തിന്റെ കറുത്തപാടുകളുള്ളവർ നമ്മെ ഉപദ്രവിച്ചാൽ ഭയപ്പെടേണ്ട. അവരുടെ കളങ്കങ്ങൾ തന്നെ അവരുടെ നേർക്ക് ന്യായം വിധിച്ചുകൊള്ളും. 4-ാം വാക്യത്തിൽ ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നവർ വമ്പ് പറയുന്നു. അവർ ആരെ ജയിക്കുമെന്ന് അവർ തന്നെ മറുപടി പറയട്ടെ. മനുഷ്യന്റെ വാക്ക് കപടമുള്ളതാകാം, എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ വാക്ക് പരിശുദ്ധമാണ്. രക്ഷയ്ക്കായി കാംക്ഷിച്ച് ക്രൂശിലേക്ക് നോക്കുന്നവനെ ദൈവം തന്റെ രക്ഷയിലാക്കും. ആ രക്ഷ ഭദ്രവുമായിരിക്കും. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെ പോലുള്ള നിർമ്മലമായ വചനം ദൈവം രക്ഷിക്കുന്ന തന്റെ ദാസനു വേണ്ടി കരുതിയിരിക്കുന്നു. ഭക്തന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയാൽ, വിശ്വസ്തന്മാർക്ക് കുറവ് സംഭവിച്ചാൽ, മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് ഈ സങ്കീർത്തനം അവസാനിക്കുന്ന ഭാഗം നൽകുന്നു. ദൈവജനം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനയിൽ ജാഗ്രത പുലർത്തുക.